പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ട് നമ്മൾ അനിയെ കാണാൻ വേണ്ടിയൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ റൂമിൽ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശൻ എന്താ ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും സീരിയസ് ആയ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ സീരിയസ് ആയ കാര്യമുണ്ട്, ഞാനത് എല്ലാവരുമായിട്ട് ഒന്ന് എനിക്ക് സംസാരിക്കണം, നീ ഒന്ന് പറ്റുമെങ്കിൽ താഴോട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും താഴോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നീയും ഒന്ന് താഴോട്ട് വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും നന്ദുവിൻ്റെ കാര്യം വല്ലതും പറയാനാണോ, അതിന് വേറെ കല്യാണക്കാരി എന്തെങ്കിലും പറയാൻ വേണ്ടിയൊക്കെയാണോ മുത്തശ്ശന് താഴോട്ട് ചെല്ലാൻ പറയുന്നതെന്നൊക്കെ നമ്മൾ അനിയുടെ മനസ്സിലൊരു സംശയമായിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിലും അതുപോലെ ബാക്കി എല്ലാവരും മുത്തശ്ശൻ പറയുന്നതനുസരിച്ച് താഴോട്ട് എല്ലാവരും ചെല്ലുന്നത്. നമ്മൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ എല്ലാവരെയും വരാൻ പറഞ്ഞത് എന്തെങ്കിലും സീരിയസ് ആയ കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ സീരിയസ് ആയ കാര്യം തന്നെയാണ്. നമ്മളെ മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിൽ മുൻപന്തിയിൽ നിന്ന ഒരു ജ്വല്ലറിയാണ്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, തിരിച്ച് നല്ല പഴയതുപോലെ തന്നെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഇനി നല്ലതുപോലെ ശ്രമിച്ച് മതിയാവുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യം മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ട് നമ്മൾ ആദർശായിരുന്നു ഇത്രയും നാൾ ഇരുന്നത്. അപ്പോൾ അവനാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവനിക്കും കുറച്ച് പിഴവും കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരാളും ഇതുപോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ ജ്വല്ലറി എങ്ങനെയാണ് നിന്നത് ആ രീതിയിൽ തന്നെ ഇനിയും ജ്വല്ലറി മുമ്പിലോട്ട് നല്ല ഉയർച്ചയിൽ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ വിചാരിക്കുന്നുണ്ട്, ഇനി എൻ്റെ അഭിയായിരിക്കും ഇനി MD ആക്കാൻ പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ജലജ ചിന്തിക്കുന്നുണ്ട്, അനിയാണെങ്കിൽ അവൻ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ നടക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ അവനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ജ്വല്ലറി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അതും തന്നെ അവൻ എങ്ങനെയൊക്കെ അല്ലേ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യമില്ല, മുത്തശ്ശൻ എന്തായാലും എന്നെ എന്തായാലും MD സ്ഥാനത്തൊന്നും ഇരുത്താൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ നിന്നെ MD സ്ഥാനത്ത് ആക്കിയാൽ എന്താ കുഴപ്പം, ഇപ്പോൾ നീയാണല്ലോ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാനാണിപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നത്, അപ്പോൾ സഹായിക്കാനും ഞാൻ മാത്രമേ അല്ലേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആണെങ്കിലും പറയുന്നുണ്ട്. പറയുന്നുണ്ട്, പിന്നെ അമ്മാവന്മാരും മാത്രമല്ല ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജലജ പറയുന്നുണ്ട്, അച്ഛൻ അത് ആരാണെന്നുള്ള കാര്യം അച്ഛൻ കാര്യം വെച്ചാൽ പിന്നെ ആദർശം നോക്കിയതിനെക്കാട്ടും നല്ല രീതിയിൽ അച്ഛനിക്ക് നല്ല രീതിയിലുള്ള വിജയവും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മുത്തശ്ശനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. കാര്യം വെച്ചാൽ ജലജയുടെ വായുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊന്നും കേൾക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് കേട്ട സമയത്താണെങ്കിലും മുത്തശ്ശനാണെങ്കിലും ഒന്ന് ഷോക്കാവുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിലുള്ള ആളെ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനിയെയാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അപ്പോൾ അനിയാണ് ഞാൻ MD സ്ഥാനത്ത് ഞാൻ ആക്കാൻ പോകുന്നത്, അപ്പോഴത്തേക്ക് ആദർശ് ചെയ്തതുപോലെ തന്നെ നീയും എല്ലാ കാര്യങ്ങളും ചെയ്യണം, പിന്നെ അതിലും കുറച്ചും കൂടെ കൂടിയുള്ള കാര്യങ്ങൾ വേണം നീ ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം പഴയ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇനി മുന്നോട്ട് പോകാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മളെ ജലജയ്ക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛൻ അവനെ മാത്രം എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്, എൻ്റെ അഭിയാണെങ്കിൽ എന്താ ഒന്നും ഏൽപ്പിക്കാത്ത, അവനെന്താ അത്രയ്ക്കും കൊള്ളാത്തവനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജലജ പറയുന്നുണ്ട്, അതെന്താ അപ്പം ഒരു ജോലി കൊടുക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ആ ജോലി ചെയ്യത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അത് എവിടുത്തെ ന്യായമാണെന്നൊക്കെ നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ന്യായക്കേടൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കല്, നിങ്ങളാണെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ന്യായപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, അതൊന്നും എന്നെക്കൊണ്ടൊന്നും തുറന്ന് പറയിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ മരുമോളിപ്പോൾ ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശനാണെങ്കിൽ കുറച്ച് ദേഷ്യത്തോടെയൊക്കെ നമ്മൾ ജലജ എടുത്ത് പറയുന്നുണ്ട്. നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ എപ്പോഴും പറയാലോ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ അറിഞ്ഞാലും ഇവിടെ നിൽക്കത്തില്ല, എന്താ കാര്യം എന്ന് നിങ്ങൾക്കൊക്കെ തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നത്, അതൊന്നുമില്ല മോളെ, അത് ചുമ്മാ പറയുന്നതാണ്, പിന്നെ അവർക്ക് അഭിയെ ഇഷ്ടമല്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് എന്നെക്കൊണ്ട് നീ സംസാരിപ്പിച്ച് നീ അത് പുറത്ത് വരുത്തിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ തീരുമാനമാണ്, അത് അതുപോലെ ഇവിടെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇനിയാണെങ്കിൽ മുത്തശ്ശൻ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, MD സ്ഥാനത്തിലൊന്നും എനിക്കിരിക്കാൻ പറ്റത്തില്ല, അതിനുള്ള കഴിവും കാര്യങ്ങളൊന്നും എനിക്കില്ല മുത്തശ്ശ, അത് ആദർശേട്ടൻ നടക്കൊന്നും എന്നെക്കൊണ്ട് അത് ചെയ്യാനൊന്നും പറ്റത്തില്ല. മുത്തശ്ശൻ തിരിച്ച് ആദർശേട്ടനെ വിളിച്ചിട്ട് ആദർശേട്ടനെ അത് ഏൽപ്പിക്കുന്നത് തന്നെ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേട്ടൻ ചെയ്ത കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറയാതിരിപ്പിക്കുന്നത് നല്ലത്, അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മളെ സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, അനുസരിച്ചിട്ട് അതുപോലെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ
മുത്തശ്ശൻ പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശൻ അവിടെ നിന്നാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. മുത്തശ്ശൻ പറഞ്ഞതാണെങ്കിൽ ധിക്കരിക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ ആ സ്ഥാനത്ത് എനിക്ക് വരാനും പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു വിഷമങ്ങളും കാര്യത്തിലാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അങ്ങ് പോയതിന് ശേഷമാണെങ്കിൽ നമ്മളെ ജാനകി ആണെങ്കിൽ വന്ന് അനിയടുത്ത് പറയുന്നുണ്ട്, മോനെ നിനക്കാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് വന്നൊരു അവസരമാണിത്, അതിപ്പം നീ അത് കളയരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാനകി പറയുന്നുണ്ട്, എന്തായാലും മോനെ എന്തായാലും ആദർശൻ്റെ ആ ഒരു സ്ഥാനത്ത് നീ വന്നിരിക്കുന്നെന്ന് കേട്ടപ്പം അമ്മയ്ക്കും ഒരു സങ്കടമുണ്ട്. പക്ഷേ എന്തായാലും മുത്തശ്ശൻ്റെ ഒരു തീരുമാനമല്ലേ അത്. മോനാണെങ്കിൽ അംഗീകരിച്ചിട്ടാണെങ്കിലും മോന് മുത്തശ്ശൻ പറയുന്ന കണക്ക് MD സ്ഥാനം സ്വീകരിച്ചിട്ടാണെങ്കിലും മോന് ഈ ഒരു തകർച്ചയിൽ നിന്ന് എന്തായാലും ഈ അനന്തപുരി തറവാടിൻ്റെ മോനെ ഉയർത്തിയെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് മോന് ഇരിക്കുന്ന കാണാൻ അമ്മയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ജാനകിയാണെങ്കിലും. അങ്ങനെ പിന്നെ ജാനകിയും പറഞ്ഞിട്ട് ഇപ്പോൾ ജാനകിയും അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനിക്കാണെങ്കിൽ ആ ഒരു സ്ഥാനത്തോട്ട് ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണെങ്കിലും അനിയാണെങ്കിൽ വീണ്ടും മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല മുത്തശ്ശ, എനിക്ക് ആ ഒരു സ്ഥാനത്ത് എന്നെക്കൊണ്ടിരിക്കാൻ പോലും എനിക്ക് യോഗ്യതയൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശനാണെങ്കിൽ അപ്പോൾ പറഞ്ഞ അതുപോലെ തന്നെ ആ ഒരു കടുത്ത തീരുമാനത്തിൽ തന്നെ മുത്തശ്ശന് നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശനും അനിയൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണെങ്കിലും നമ്മുടെ ജാനകിയാണെങ്കിലും വന്നിങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്ന കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.